പലതരം മീനുകളുണ്ടല്ലോ. അപ്പോൾ ഓരോ മീനും മുറിക്കുന്നതിന് അതിൻ്റേതായൊരു രീതിയും കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫിഷ് കട്ടിങ് പരിപാടി വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും. നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും മത്തി മുറിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. റെഡി ആണെങ്കിൽ എന്ന് പറയാൻ കാരണം ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിലും താമസിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പം മിക്കവാറും എല്ലാവരും കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെച്ചിട്ട് സിങ്കിൽ വെച്ചിട്ട് കത്രിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മീൻ മുറിച്ചെടുക്കുന്നത്. എന്നാൽ മത്തിയുടെ കാര്യത്തിൽ ഫ്ലോറിൽ ഇരുന്ന് കത്തി ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം മത്തിക്ക് ഭയങ്കര ചെതുമ്പൽ കൂടുതലാണ്. അതുപോലെ ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ കുറേ എണ്ണം ഉണ്ടാകും. ചെതുമ്പൽ കളയാതെ യൂസ് ചെയ്യാനും പ്രയാസമാണ്. അതുകൊണ്ട് ഇതേ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിഷ് കട്ട് ചെയ്യുന്ന കുറേ വീഡിയോസ് ചാനലിലുണ്ട്. അതുപോലെ മീറ്റ് ചിക്കൻ പാർട്സ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെയും വീഡിയോസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം, കണ്ടു നോക്കണം. പിന്നെ മീൻ പല രീതിയിൽ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അയിലയുടെ കാര്യം നേരെ തിരിച്ചാണ്. സിസേഴ്സ് വെച്ചിട്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മത്തിയുടെ ചെതുമ്പിൽ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇതേ രീതിക്ക് ഇതിന്റെ ഹെഡ് പോർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കറി വെക്കാനാണെങ്കിൽ ഹെഡ് പോർഷൻ വേണമെന്നില്ലല്ലോ. അതും കൂടെ കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നത് പോലെ അതിൻ്റെ വയറിൻ്റെ ആ ഒരു ഏരിയയും കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ വയറിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് പിന്നെ ആ വാലും കൂടെ കട്ട് ചെയ്താൽ സംഭവം റെഡിയായി. ആ വയറിന്റെ ഭാഗം കത്തി കൊണ്ട് എന്തായാലും കട്ട് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ മുള്ളിന്റെ കുറെ ഭാഗം കട്ടായി പോകും. അല്ലെങ്കിൽ ആ മീൻ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പണ്ടുള്ളവർ ഇങ്ങനെയാണ് മീൻ കട്ട് ചെയ്യാറ്. ഇപ്പം അതിന്റെ ഒരു രീതിയൊക്കെ മാറിയേ ഉള്ളൂ. പിന്നെ മീൻ 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ തന്നെ കുക്ക് ചെയ്യാനാണെങ്കിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടി ഉടനെ തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇനി അങ്ങനെയല്ല, നാളത്തേക്കൊക്കെ കുറച്ച് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മുറിച്ച് കഴുകിയ മീൻ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് അതിൻ്റെ ഈക്വലായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് അത് അടച്ച് വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ കിട്ടുന്നതായിരിക്കും. മീറ്റും ഫിഷും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന കൂടുതൽ വീഡിയോ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.